ഞാനിപ്പോൾ നേരെ മെട്രോയിൽ കയറാൻ പോവാണ്. അപ്പം മെട്രോയിൽ എങ്ങനെയാണ് ഇവിടുത്തെ ഈ റിയാദിലെ മെട്രോയിൽ എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കുന്നത്, എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടി കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മെട്രോ സ്റ്റേഷൻ. എൻ്റെ റൂമിന് അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ ഇതിന്ന് ഞാൻ കയറാൻ പോവാണ്. അപ്പോൾ നമ്മുടെ 2 ഫ്രണ്ട്സും കൂടെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് എസ്കലേറ്റർ കയറി മേലോട്ട് പോകാം. നമ്മൾ എസ്കലേറ്റർ കയറി മുകളിൽ വന്നപ്പോൾ ഇവിടെ നമ്മുടെ മെട്രോയുടെ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് സ്റ്റേഷനാണ് പോകേണ്ടതെന്നൊക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ പേരും സ്റ്റേഷൻ്റെ നമ്പറും കാണാം. ആ നമ്പർ അനുസരിച്ചാണ് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമുക്കത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി നമ്മൾ എൻ്റർ ആവാൻ പോകണം. എൻ്റർ ആവുന്നതിന് നമുക്ക് നമ്മുടെ കയ്യിൽ സാധാ നമുക്ക് ഒരു ATM കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഇതിനകത്തൂടെ നമുക്ക് എൻ്റർ ആവാം. കാരണം ATM കാർഡ് ഏത് ബാങ്കിൻ്റെ ATM കാർഡ് ആയാലും മതി. അപ്പോൾ അതുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതേപോലെ നമ്മൾ സ്കാൻ ചെയ്യുക. അപ്പോൾ ഇത് ഓപ്പൺ ആവാൻ നമുക്ക് അകത്തോട്ട് കയറാം. അങ്ങനെ ATM കാർഡ് കയ്യില്ലാത്തവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു മെട്രോയുടെ കാർഡ് കിട്ടും. അത് 10 റിയാലാണ്. പിന്നെ നമ്മൾ പൈസ ഇടണം. അതനുസരിച്ച് നമുക്ക് പോകാൻ വരാൻ ചെയ്യാം. നമുക്ക് 2 മണിക്കൂറിനകത്തേക്ക് 4 റിയാലാണെന്നാണ് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് 2 മണിക്കൂറാണെന്ന് അറിയത്തില്ല. ഏകദേശം 2 മണിക്കൂർ എന്നൊക്കെ ആണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന് അവന് പണി കിട്ടി കേട്ടോ. അവൻ്റെ ATM കാർഡ് അവിടെ സ്കാൻ ആയില്ല. ചില ബാങ്കുകളുടെ കാർഡ് സ്കാനിങ് കറക്റ്റായിട്ട് ആവുന്നില്ലെന്നാണ് പറയുന്നത്. എൻ്റെ അലിമ ബാങ്കാണ്. അപ്പോൾ അലിമ ആയിരുന്നു. അപ്പോൾ അത് ചെറിയ പ്രോബ്ലം ഉണ്ടെന്നാണ് പറയുന്നത്. ചില ബാങ്കുകൾ സ്കാൻ ആവാൻ പാടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ 2ാമത്തെ എസ്കലേറ്റർ കയറി നമ്മൾ മെയിൻ സ്റ്റേഷൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിൻ പെട്ടെന്ന് വരുന്നുണ്ട്. നമുക്കിവിടെ വലിയ വെയിറ്റിംഗ് ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരെണ്ണം പോയായിരുന്നു മെട്രോ. അപ്പോൾ അടുത്തത് ഉടനെ വരുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ വലിയ താമസമൊന്നുമില്ല. പെട്ടെന്ന് 5 മിനിറ്റ് കൂടുമ്പോഴാണ്ട് മെട്രോ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇതാ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിനകത്ത് കയറാം. ഇനിയിപ്പോൾ 2-3 സ്റ്റേഷൻ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അണ്ടർഗ്രൗണ്ടിലൂടെയാണ് പോകുന്നത്. നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ എത്തി. അങ്ങനെ നമ്മുടെ ഒരു 4-ാമത്തെ സ്റ്റേഷനാണ് തൊട്ടാന്ന് തോന്നുന്നു. നമ്മൾ അണ്ടർഗ്രൗണ്ടിലാണ് ഇനി ഫുള്ള് നമ്മൾ പോകുന്നത്. നമ്മൾ ബെത്ത വരെയും അണ്ടർഗ്രൗണ്ടാണ്. ഇപ്പോൾ ഇത് അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തുരങ്കമാണ്. അങ്ങനെ നമ്മൾ ബെത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഇപ്പം നമ്മൾ 2ാമത്തെ എസ്കലേറ്ററാണ് കയറുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ എക്സിറ്റ് ആവുന്നത്. നമ്മൾ ഏത് ATM കാർഡ് വെച്ച് കയറി അതേപോലെ തന്നെ നമ്മളിവിടെ സ്കാൻ ചെയ്ത് ഇറങ്ങുക. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് എക്സിറ്റ് ആവാം. അത്രേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ കയറിയാലേ നമ്മളെ മെയിൻ റോഡിൽ എത്തത്തുള്ളൂ. നമ്മുടെ റോഡിൽ എത്തണമെങ്കിൽ നമുക്ക് ഒരു എസ്കലേറ്റർ കൂടെ കയറണം. അങ്ങനെ നമ്മൾ ബത്തയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ബത്ത സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അത്രേ ഉള്ള പരിപാടി. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.